ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് അസറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അസറ്റ് എന്താണ് എന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അസറ്റിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്, ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഫിക്സഡ് അസറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്നാൽ എന്താണ്? യെസ്, ഫിക്സഡ് അസറ്റ് എന്നാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ലോങ് പീരിയഡ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി വാങ്ങുന്ന ഐറ്റംസിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുക. ഇത്തരം അസറ്റ്സ് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ സാധിക്കാത്തതാണ്. അതായത് ഇതിൽ ലോങ് പീരിയഡ് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ലോങ് പീരിയഡ് എന്നത് ഒന്നിൽ കൂടുതൽ വർഷത്തെ ബെനഫിറ്റാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഷീനറി ഒരു ഫിക്സഡ് അസറ്റാണ്. കമ്പനി മെഷീനറി വാങ്ങുന്നത് ഒരുപാട് കാലം ആ ബിസിനസ്സിന് യൂസ് ചെയ്യാനാണല്ലേ. മാത്രമല്ല അതൊരു ഫിക്സഡ് നാച്ചറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് അസറ്റിനെ 4ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്: ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ഇതിൽ നമുക്ക് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കാണാൻ കഴിയുന്നതും അതുപോലെ തന്നെ തൊടാൻ കഴിയുന്നതും ഫീൽ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള പെർട്ടിക്കുലർ വാല്യൂ ഉള്ള അസറ്റിനെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയാം. എന്തൊക്കെയാണ് അത്തരത്തിലുള്ള അസറ്റുകൾ? കാണാൻ കഴിയും, തൊടാൻ കഴിയും, ഫീലും ചെയ്യും, അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ടാഞ്ചിബിൾ അസറ്റിൻ്റെ എക്സാമ്പിളാണ് ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, മെഷീനറി, പ്ലാന്റ് എക്സെട്ര. സെക്കൻഡ് വരുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അത്തരത്തിലുള്ള അസറ്റ് കാണാനും തൊടാനും പറ്റില്ല, പക്ഷേ അത് ഫീൽ ചെയ്യും, അതുപോലെ തന്നെ അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് വില്ല്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റിന് എക്സാമ്പിളാണ്. ഇതിൽ നമ്മൾ ഗുഡ് വില്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കമ്പനീൻ്റെ ബ്രാൻഡിൻ്റെ വാല്യൂവിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സൽപ്പേര് എന്നൊക്കെ പറയും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു വിചാരിക്കുക. ബട്ട് വിചാരിച്ച ഒരു ശ്രദ്ധ സൊസൈറ്റിയിൽ നിന്ന് ആ ബിസിനസ്സിന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. സോ എ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. നമ്മൾ ആ കമ്പനിയുടെ പേരിൽ സെയിം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചു. കാരണം അവർക്ക് സൊസൈറ്റിയിൽ നല്ലൊരു പൊസിഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിന് അത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കും. പക്ഷേ അവരതിന് സമ്മതിക്കുമോ? ഇല്ല അല്ലേ. നമ്മളൊരു ബിസിനസ് തുടങ്ങി ഭയങ്കര രീതിയിൽ ഡെവലപ്പാക്കി സൊസൈറ്റിയിലൊരു നല്ല പേരുണ്ടാക്കിയെടുത്തു. ആ ഒരു പേര് വെച്ച് മറ്റൊരു ബിസിനസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല അല്ലേ. പക്ഷേ ആ കമ്പനി അവരുടെ പേര് യൂസ് ചെയ്തിട്ട് ബിസിനസ് നടത്താൻ നമുക്ക് പെർമിഷൻ തരികയാണ്. അങ്ങനെ അവർ പെർമിഷൻ തരണം എന്നുണ്ടെങ്കിൽ വെറുതെ അവർ പെർമിഷൻ തരുമോ? നോ. അങ്ങനെ അവരുടെ കമ്പനിയുടെ നെയിം യൂസ് ചെയ്ത് നമ്മൾ ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം അവർക്ക് നൽകണം എന്നവർ പറഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് കരുതുക. ഈ എമൗണ്ടിനെയാണ് നമ്മൾ ഗുഡ് വില്ലായിട്ട് കണക്കാക്കുക. സോ ഗുഡ് വില്ല് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, പക്ഷേ അതിനൊരു വാല്യൂ ഉണ്ടല്ലേ. അതാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു എമൗണ്ട്. സോ ഗുഡ് വില്ല് എങ്ങനെയാണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയതെന്ന് മനസ്സിലായില്ലേ. അത് കാണാൻ പറ്റില്ല, പക്ഷേ അതിനെ തൊടാൻ പറ്റില്ല, അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഫീലും ചെയ്യും. ട്രേഡ് മാർക്ക് എന്നാൽ ബ്രാൻഡിൻ്റെ നെയിമോ അല്ലെങ്കിൽ ലോഗോ ഒക്കെയാണ്. ലൈക്ക് ആപ്പിളിൻ്റെ ലോഗോ ഒക്കെ പോലെയുള്ള ഒരു ബ്രാൻഡിൻ്റെ ലോഗോ ഓർ നെയിം ആണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ആപ്പിളിൻ്റെ ലോഗോയ്ക്ക് ഒരു കൺസ്യൂമറിൻ്റെ ട്രസ്റ്റ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ അതൊരു ബ്രാൻഡ് റെക്കഗ്നൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ അതിനൊരു ഫിസിക്കൽ ഫോം ഇല്ലെങ്കിൽ പോലും ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്.
പാറ്റൻറ്റും അതുപോലെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. എന്താണ് പാറ്റൻ്റ് എന്ന് പറയുന്നത്? കണ്ടുപിടിച്ച വ്യക്തിക്ക് അവരുടെ കണ്ടുപിടുത്തങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കാനും വിൽക്കാനും ഒക്കെ ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പീരിയഡിലേക്ക് അനുവദിച്ചിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റൈറ്റിനെയാണ് നമ്മൾ പാറ്റൻ്റ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ന്യൂ ടെക്നോളജി ഒരു വ്യക്തി കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനി ഒരു പുതിയൊരു ടെക്നോളജി കണ്ടുപിടിച്ചു, അതിനവർ പാറ്റൻറ്റും എടുത്തു, അല്ലെങ്കിൽ അവർക്ക് പാറ്റൻറ്റ് കിട്ടി. സോ മറ്റ് വ്യക്തികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരുടെ ഈ ഒരു പെർമിഷൻ ഇല്ലാണ്ട് ആ ഒരു ടെക്നോളജി യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അത് പാറ്റൻറ്റ് ആയതിനാലാണ്. സോ പാറ്റൻറ്റും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതിന് കാണാൻ സാധിക്കില്ല, ഈ പറഞ്ഞ പോലെ തൊടാൻ സാധിക്കില്ല, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. മറ്റൊന്നാണ് കോപ്പി റൈറ്റ്, പകർപ്പവകാശം. അതായത് ഒരു ബുക്കോ അല്ലെങ്കിൽ ഫിലിം, മ്യൂസിക്, ഇത്തരത്തിലുള്ള ക്രിയേഷന് അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു ലീഗൽ റൈറ്റാണ് നമ്മളുടെ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വ്യക്തിയുടെ പേരിലായതുകൊണ്ട് തന്നെ മറ്റ് വ്യക്തികൾ ഇത് റീയൂസ് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളതാണ്. ഒരു ഫിലിം ഉണ്ടല്ലോ, സായി പല്ലവി നായികയായി ഈച്ചയിലെ നായകൻ കൂടിയിട്ടുള്ളൊരു ഫിലിം, അതിലുള്ള ഒരു തീം എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് മുൻപ് ഒരു വ്യക്തി എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബുക്ക് പിന്നീട് അതൊരു മറ്റൊരു വ്യക്തി എഴുതുമ്പോൾ ആ ഒരു മുന്നേ എഴുതിയ വ്യക്തിയുടെ പെർമിഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ലീഗലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ കോപ്പി റൈറ്റിനും ഒരു ഫിസിക്കൽ ഫോം ഇല്ലെങ്കിൽ പോലും അതിനൊരു വാല്യൂ ഉണ്ട്. സോ അതും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. നെക്സ്റ്റ് ഫിക്സഡ് അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു അസറ്റിൻ്റെ വാല്യൂയിലും ഫിസിക്കൽ ഷേപ്പിലും ഒക്കെ കുറവ് സംഭവിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയാം. ഇത്തരത്തിലുള്ള അസറ്റിന് ഒരു ലിമിറ്റഡ് ലൈഫ് സ്പാനേ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്നല്ലേ. ഈ വാല്യൂ ടൈം കഴിയും തോറും കുറഞ്ഞു വരുന്നത് ഇറിവേഴ്സിബിൾ ആണ്. വേസ്റ്റിംഗ് അസറ്റിന് എക്സാമ്പിളാണ് ക്വാറീസ്, മൈൻസ്, ഓയിൽ ഫീൽഡ്സ് ഒക്കെ. ഇപ്പം നമുക്ക് ഏറ്റവും സുലഭമായിട്ട് നമ്മൾ കണ്ടു പരിചയമുള്ളതാണ് കരിങ്കലിൻ്റെ കോറികൾ അല്ലേ. നമ്മുടെ കരിങ്കൽ കോറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കല്ലിനും വാല്യൂ ഉണ്ട്. എന്നാൽ ഓരോ കല്ലും അവിടെ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഷേപ്പിൽ, ആ കോറിയുടെ ഫിസിക്കൽ ഷേപ്പിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ. മാത്രമല്ല, അവസാനം ആ കോറിയിലെ കല്ലുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ കല്ല് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ഒരു വില ആ ഭൂമിക്ക് പിന്നീട് ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല അല്ലേ. സോ സിംപ്ലി പറയുകയാണെങ്കിൽ വേസ്റ്റിംഗ് അസറ്റ് എന്നാൽ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ വാല്യൂ കുറഞ്ഞു വരുന്ന അസറ്റിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഫോർത്ത് ഫിക്സഡ് അസറ്റ് ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇമാജിനറി, സാങ്കല്പികം എന്നൊക്കെയാണ് ഫിക്റ്റീഷ്യസ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്തായിരിക്കും? യെസ്, അതൊരു റിയൽ അസറ്റ് അല്ല. അതുപോലെ തന്നെ അതിനൊരു റിയൽ വാല്യൂ ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്നാൽ പോലും കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത് റെക്കോർഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഇത്തരം അസറ്റുകൾ ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ട് അസറ്റായതാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. പ്രിലിമിനറി എക്സ്പെൻസസ് ഒരു ഫിക്റ്റീഷ്യസ് അസറ്റാണ്. അതായത് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഫോർമേഷൻ്റെ ടൈമിൽ ഉണ്ടായിട്ടുള്ള ചെലവുകളാണ്. അതിന് പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലാസ്റ്റിംഗ് അല്ല. എന്നാൽ പോലും അതൊരു അസറ്റായിട്ട് റെക്കോർഡ് ചെയ്യും. മറ്റൊരു എക്സാമ്പിളാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? അതിൻ്റെ ക്യാഷ് ഓൾറെഡി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിനൊരു ഫിസിക്കൽ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഒരു ഫിസിക്കലി നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാൽ പോലും ഒരുപാട് വർഷത്തേക്ക്, അതായത് ഒന്നിൽ കൂടുതൽ വർഷങ്ങളായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ള അഡ്വർടൈസിങ് കോസ്റ്റുകളാണ് ഈ ഒരു ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ ആണ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇവിടെ കമ്പനി അവരുടെ ഷെയർ അതിൻ്റെ ഫേസ് വാല്യൂവിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് വിൽക്കുകയാണ്.
അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫറൻസ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് ഒരു റിയൽ അസറ്റ് അല്ല, ഒരു ഇമാജിനറി അസറ്റ് ആണ്. ടെക്നിക്കൽ റീസൺ കൊണ്ട് അസറ്റ് ആയതാണ്. ഇതിനൊരു റിയൽ വാല്യൂ ഉണ്ടായിരിക്കില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഇത് റെക്കോർഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞു അസറ്റിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചതെന്ന്. അതിൽ ഫസ്റ്റ് വന്നതായിട്ടുള്ള ഫിക്സഡ് അസറ്റും അതിൻ്റെ ടൈപ്സും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അസറ്റ് എന്താണ് എന്നുള്ളതാണ്. ഫിക്സഡ് അസറ്റിൻ്റെ നേർ വിപരീതം തന്നെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ വിൽക്കാനോ കൺസ്യൂം ചെയ്യാനോ അല്ലെങ്കിൽ പറ്റുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അസറ്റുകളെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയാം. അതായത് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് പീരിയഡിൻ്റെ ഉള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. ഈ ഷോർട്ട് പീരിയഡ് എന്നാൽ എത്രയായിരിക്കും? യെസ്, മാക്സിമം പോയാൽ 1 year ആണ് കേട്ടോ. എക്സാമ്പിൾ നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് അല്ലെങ്കിൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അല്ലേ. സോ ഇവയൊക്കെ കറണ്ട് അസറ്റാണ്. അടുത്തത് ഡെപ്റ്റേഴ്സ്, അക്കൗണ്ട്സ് റിസീവബിൾസ് ഒക്കെയാണ്. ഡെപ്റ്റേഴ്സ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ക്രെഡിറ്റ് സെയിൽസ് നടക്കുമ്പോൾ കസ്റ്റമേഴ്സ് നമുക്ക് പണം തരാനുണ്ടെങ്കിൽ അത് ക്വിക്കായിട്ട് ക്യാഷ് ആയിട്ട് കിട്ടുന്നതാണ്. സോ ഡെപ്റ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾസ് നമുക്ക് എന്താണ്? കറണ്ട് അസറ്റാണ്. നെക്സ്റ്റ് ആണ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെന്ററി. കാരണം സ്റ്റോക്കും നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെയിൽസിന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത ഗുഡ്സും ഒക്കെ കറണ്ട് അസറ്റാണ്. കാരണം എന്താണ്? അത് നമുക്ക് പെട്ടെന്ന് സെയിൽ ചെയ്യാനും ക്വിക്കായിട്ട് ക്യാഷ് ആക്കി മാറ്റാനും സാധിക്കുന്നതാണ്. മറ്റൊന്നാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. അതായത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം പോലുള്ളതൊക്കെയാണ്. നമ്മളത് മുൻകൂട്ടി അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാറാണല്ലേ. ഇത് അസറ്റ് ആവാൻ കാരണം ഫ്യൂച്ചറിൽ ഇതിൻ്റെ ബെനിഫിറ്റ് റിസീവ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. ദെൻ അക്രൂഡ് ഇൻകം, ബിൽസ് റിസീവബിൾ ഒക്കെ കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. സോ കറണ്ട് അസറ്റ് എന്താണ്? ഷോർട്ട് പീരിയഡിൽ, അതായത് മാക്സിമം പോയ 1 year, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? അസറ്റിൻ്റെ 2 ടൈപ്പാണല്ലേ. ഫിക്സഡ് അസറ്റ് എന്താണ്? ലോങ് പീരിയഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത അസറ്റ്. കറണ്ട് അസറ്റ് ഷോർട്ട് പീരിയഡിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ വലിയ നന്ദി അറിയിക്കുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ.